റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര വലിയ മഹത്വമാണ് സഹോദരങ്ങളെ അല്ലാഹു നൽകിയത്. ഒരൊറ്റ നബിക്കും നൽകാത്തൊരു മഹത്വം പറയട്ടെ. ലോകത്ത് നിങ്ങൾ നോക്ക്, മനുഷ്യ വിഭാഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തിന് ഉപയോഗിച്ചതാരെയാണ്? സൃഷ്ടിജാലങ്ങളെ ഒരുപാട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. ആകാശവും ഭൂമിയും രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും വ്യത്യസ്ത സമയങ്ങളും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യ വിഭാഗത്തിൽ അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചത് ഒരേ ഒരു വ്യക്തിത്വത്തെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ്. 1000 കൊല്ലം ജീവിച്ച മഹാനല്ലേ ആദം നബി അലൈഹിസ്സലാം. 1000-ലധികം വർഷം ജീവിച്ച മഹാനല്ലേ നൂഹ് നബി അലൈഹിസ്സലാം. 400 വർഷം ജീവിച്ച മഹാനല്ലേ ലൂത്ത് നബി അലൈഹിസ്സലാം. 200 വർഷം ജീവിച്ച മഹാനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇവരാരുടെയും ജീവിതം അല്ലാഹു സത്യത്തിന് മുന്നോട്ട് വെച്ചില്ല. അല്ലാഹു സത്യത്തിന് മുന്നോട്ട് വെച്ച ഒരേ ഒരു ജീവിതം, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. തങ്ങളുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ലഅംറുക, തങ്ങളുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ആ 63 കൊല്ലവും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ച ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതത്തിന്റെ പരിശുദ്ധി കണക്കാക്കാൻ അല്ലാഹുവിന്റെ സത്യവാചകം ഒന്ന് തന്നെ ധാരാളമാണ്. 40-ന് ശേഷമുള്ള ജീവിതമല്ല, 63 വർഷം മൊത്തവും പരിശുദ്ധിയും പരിപാവനവും ബഹുമാനങ്ങളും നിറഞ്ഞതാണ്. ഒരിഞ്ച് കുറവില്ലാതെ 40-ന് ശേഷം എന്തെല്ലാം ബഹുമതികളുണ്ട്, എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ട്, മഹത്വങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ആ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണാം. കുട്ടിക്കാലത്ത് കാണുന്ന മഹത്വങ്ങൾ ധാരാളമുണ്ട്. ഒന്ന് നോക്ക് നിങ്ങൾ, 40-ന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സാന്ത്വന പ്രവർത്തനം, അത് കുട്ടിക്കാലത്തുണ്ട്.